السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ونصلي ونسلم على أنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധികളും വിലക്കുകളും കാത്ത് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു തആല അവൻ്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെക്കുറിച്ചും അവിടുത്തെ മക്ക ജീവിതത്തെക്കുറിച്ചും മദീനയിലേക്കുള്ള വരവിനെക്കുറിച്ചുമൊക്കെയായിരുന്നു കഴിഞ്ഞ 2 ഖുതുബയിലൂടെ ഏതാനും ചില കാര്യങ്ങൾ നാം കേട്ട് മനസ്സിലാക്കിയത്. ഏത് സന്ദർഭങ്ങളിലും നമസ്കാരത്തിൻ്റെ സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവെ സ്തുതിച്ച് പരലോകത്തെക്കുറിച്ച് ഓർമ്മിച്ച് അള്ളാഹുവിനോടുള്ള കരാറ് പുതുക്കിക്കൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ഏറ്റവും ശക്തമായ കരാറ് പുതുക്കി, ഈ കരാറ് പുതുക്കിയ വ്യക്തിയെ നോക്കി അല്ലാഹു തആല പറയുന്നു, ഇനി എന്നോട് എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. ആദ്യമായി ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ നീ എന്നെ നയിക്കണേ. ഇതാണ് റബ്ബേ എനിക്ക് നിന്നോട് ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത്. രണ്ടാമത് ചോദിക്കുന്നു, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആ നേരിൻ്റെ വഴിയെന്ന് പറയുന്നത് നീ അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിൻ്റെ കോപത്തിന് വിധേയമായ ജൂതരുടെ മാർഗത്തിൽ നീ എന്നെ ചേർക്കരുതേ എന്നതാണ് റബ്ബേ എനിക്ക് ചോദിക്കാനുള്ളത്. വലദ്ദാലീൻ, സത്യം അറിഞ്ഞിട്ടും സത്യത്തിൽ നിന്ന് പിഴച്ചുപോയ നസ്രാണിയുടെ, ക്രിസ്ത്യാനിയുടെ വഴിയിൽ നീ എന്നെ ചേർക്കരുതേ എന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ആമീൻ, ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് ഇമാമും മഅ്മൂമുകളും എല്ലാവരും പ്രിയപ്പെട്ടവരെ ഓരോ നമസ്കാരങ്ങളിലും നിർബന്ധപൂർവ്വം ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ മാർഗം നൽകണേ, ശുഹദാക്കളുടെ മാർഗം നൽകണേ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നയിക്കണേ. ജൂതൻ്റെയോ ക്രിസ്ത്യാനിയുടെ വഴിയുടെ ഒരു ചാരത്ത് പോലും നീ എന്നെ എത്തിക്കരുതേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതേ ജൂതരെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, നിങ്ങൾ ഏതൊരു മാർഗത്തിലാണ് എന്നെ ചേർക്കരുത് എന്ന് ഫാത്തിഹയിലൂടെ നിങ്ങൾ ചോദിച്ചത്, ആ ജൂതരെന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല. ആ ജൂതനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ലതഖുദൻ, നിങ്ങളവരെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരു കാലടി വെക്കുമ്പോൾ ജൂതൻ അവൻ്റെ ഒരു കാലടി വെച്ചാൽ നിൻ്റെ കാലടി ജൂതൻ വെച്ച കാലടി ജൂതൻ്റെ കാൽപാദം പതിഞ്ഞ ഭാഗത്ത് തന്നെ നീ വെക്കും. അവർ മുന്നിലൂടെ പോയാൽ അവരെവിടെയൊക്കെ ചവിട്ടിയോ ആ ജൂതൻ അവൻ്റെ കാല് സ്പർശിച്ച മണ്ണിൽ തന്നെ നീ സ്പർശിച്ചിട്ട് ഈ ഉമ്മത്തിലെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും സ്വീകരിക്കും. അവൻ്റെ ഉമ്മയെ അവൻ വ്യഭിചരിച്ചാൽ, വഴിയോരത്ത് വെച്ച് അവൻ വ്യഭിചരിച്ചാൽ, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളും സ്വന്തം കുടുംബത്തിലെ ഉമ്മയെയും പെങ്ങളെയും കുടുംബക്കാരെയും തിരിച്ചറിയാതെ ഇന്നിൻ്റെ ലോകത്ത് നമ്മൾ കേൾക്കുന്നത് പോലെ, നമ്മൾ കാണുന്നത് പോലെ, നമ്മൾ അറിയുന്നത് പോലെ സ്വന്തം കുടുംബക്കാരെപ്പോലും മറന്നുകൊണ്ടാണ് വൃത്തികെട്ട കഴുതുകൾ വ്യഭിചരിക്കുന്നത് പോലെ ആളുകൾ നോക്കി നിൽക്കുകയും സ്വന്തം കുടുംബത്തിലെപ്പോലും രക്തബന്ധങ്ങൾ പോലും മറന്നുകൊണ്ട് ജൂതൻ തുടങ്ങിവെച്ച, ക്രിസ്ത്യാനി തുടങ്ങിവെച്ച ആ പാദം പിന്തുടരുന്നത്. ഹത്ത, ഏതുവരെ നിങ്ങളവരെ പിൻപറ്റും? അവരെങ്ങാനും ഒരു ഉടുമ്പിൻ്റെ ജുഹ്രി ളുബ്ബിൻ, ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഹത്ത ലൗ ദഖലൂ ഫീ ജുഹ്രി ളുബ്ബിൻ ലദഖൽതുമൂ, ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ ഒരു മനുഷ്യന് കയറാൻ കഴിയുന്നത് പ്രയാസമാണ്, സാധിക്കില്ല. പക്ഷെ ഒരു ജൂതനെങ്ങാനും
ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ കയറിയാൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽപ്പെട്ട എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആ ഉടുമ്പിൻ്റെ മാളത്തിൽ കയറും. എന്തുകൊണ്ട്? ജൂതനങ്ങോട്ട് കയറിയിട്ടുണ്ട്. അത്രത്തോളം നിങ്ങൾ അവരെ പിൻപറ്റും. അവരുടെ വിശ്വാസത്തിൽ, ആചാരത്തിൽ, കർമ്മങ്ങളിൽ, സ്വഭാവങ്ങളിൽ, വേഷങ്ങളിൽ, സംസാരങ്ങളിൽ മുഴുവനും ലോകത്തേറ്റവും ഉന്നതരായ സ്വഭാവത്തിൻ്റെ ഉടമകളാകേണ്ട ഖുർആനിൻ്റെ അനുയായികളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം യഹൂദികളെയും നസ്രാണികളെയും വിശിഷ്യ ജൂതരെ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ കളവ് പറയാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഈ ലോകത്ത് സംഭവിക്കുമെന്ന്. എന്തിനും സംഭവിക്കുന്നു. വേഷം നാം തിരഞ്ഞെടുക്കുന്നത് ജൂതനിൽ നിന്നാണ്. സാമ്പത്തികം നമ്മൾ നിയന്ത്രിക്കുന്നത് ജൂതനാണ്. എത്രത്തോളം ചെറിയ വിഷയങ്ങളിൽ പോലും അല്ലാഹുവിൻ്റെ റസൂല് വിരോധിച്ചതാണ് മുടി മുറിക്കുമ്പോൾ കസ എന്ന് പറയുന്ന സമ്പ്രദായം. അഥവാ തലയുടെ ചില ഭാഗത്ത് നിന്ന് മുടിയെടുക്കുക, ചില ഭാഗം മുടിയെടുക്കാതിരിക്കുക, അല്ലേ? നമ്മുടെ കൊച്ചു കുട്ടികളെപ്പോലും നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഈ ഭാഗത്ത് മുടി, തലയുടെ മുകൾ ഭാഗത്ത് മുടിയുണ്ടാകും, ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഇരുഭാഗങ്ങളിലും മുടി പറ്റവടിക്കുന്നു, അല്ലേ? ഈ സമ്പ്രദായം ജാഹിലിയത്തിൽ തുടങ്ങി വെച്ച സമ്പ്രദായമാണ്. ഒരാളെ കണ്ടപ്പോൾ വിരോധിച്ചു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ വിരോധിച്ചതാ. മുടി വടിക്കും, ഒന്നുകിൽ മുഴുവനായിട്ട് നീ വടിക്കുക, അല്ലെങ്കിൽ എല്ലാ നിലക്കും അത് വടിക്കാതിരിക്കുക. അതല്ലാതെ ജൂതനെ ഒരു മുടിവെട്ടുന്ന വിഷയത്തിൽ പോലും ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് പിൻപറ്റുന്ന ഒരവസ്ഥ വരുന്നു. വേഷങ്ങളിൽ, പെണ്ണ് ധരിക്കുന്ന വേഷങ്ങളിൽ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മുഴുവൻ ഔറത്താണ് എന്ന് അറിയാത്തവരല്ല പ്രവാസിയുടെ ഭാര്യമാർ. നമ്മളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ തലമുടി പുറത്ത് അന്യപുരുഷൻ്റെ മുമ്പിൽ വെളിവാക്കുന്നു, വയറിൻ്റെ ഭാഗം വെളിവാകുന്നു, പുറം ഭാഗം വെളിവാകുന്നു, കാൽഭാഗങ്ങൾ വെളിവാകുന്നു. സഹോദരങ്ങളെ, ഈ നിലക്ക് എല്ലാ നിലക്കും ജൂതരെയും ക്രിസ്ത്യാനികളെയും പിൻപറ്റുന്നൊരവസ്ഥയാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്നലെയും ഇന്നും, അതല്ലെങ്കിൽ ഈ മാസം 1-ാം തീയതി മുതൽ മുസ്ലിങ്ങളെന്ന് പറയുന്ന ചില ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്കിഷ്ടമാണ്, ഹുബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജന്മദിനമാഘോഷം, ഇഹ്തിഫാലു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നു, മലയാളികളിലും കണ്ടുവരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നാം കേട്ടത്. അതിൻ്റെ പേരിൽ പാവപ്പെട്ട ആളുകൾ പോലും പണം ചെലവഴിക്കുന്നു, പാവപ്പെട്ട രാജ്യങ്ങൾ പോലും അതിൻ്റെ പേരിൽ പണം ചെലവഴിക്കുന്നു. മിഠായികളും ചോക്ലേറ്റുകളും അതുപോലെ തന്നെ ഘോഷയാത്രകളും ബാൻഡ് മുട്ടുന്നു. എന്തിൻ്റെ പേരിൽ? അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് ബാൻഡ് അടിച്ചുകൊണ്ട് റോഡിലൂടെ പോകുന്നു. വഴിയോരങ്ങളിൽ ആണും പെണ്ണും കൂടിക്കലർന്ന്, അന്യപുരുഷന്മാരും സ്ത്രീകളും കൂടിക്കലർന്ന് ഹൈവേകളുടെ സൈഡുകളിൽ, റോഡിൻ്റെ സൈഡുകളിൽ കാത്തു നിൽക്കുന്നു. 50 വയസ്സായ ആളുകൾ പോലും കള്ളടിച്ച്, കള്ള് കുടിച്ച്, ഈ പേര് പറഞ്ഞ്, ഹുബ്ബുൻ നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് പോലും കള്ള് കുടിച്ചു പോലും ഈ പ്രകടനങ്ങൾ കേരളക്കരയിലും പുറം രാജ്യങ്ങളിലും പ്രിയപ്പെട്ടവരെ ഘോഷയാത്രകൾ പോകുന്നത് ഇന്ന് മീഡിയകൾ കാണുന്ന ഒരാളോട് പറയുമ്പോൾ വിശ്വസിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്, അല്ലേ? എന്തിൻ്റെ പേരില? നബിദിനം ആഘോഷത്തിൻ്റെ പേരില പ്രിയപ്പെട്ടവരെ ഈ സമ്പ്രദായം ഇന്ന് നടന്നു വരുന്നത്. എവിടെ നിന്നിത് വന്നു? ഈ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എന്ത് വിഷയത്തിലും ഒരു കാര്യം മതപരമായി ചെയ്യുമ്പോൾ ഖുർആനിൽ ആ വിഷയത്തിൽ തെളിവുകളുണ്ടോ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തെളിവുകളുണ്ടോ എന്ന് നോക്കിയിട്ട നാം എന്തും ചെയ്യുന്നത്. ളുഹർ നമസ്കാരം 4 നമസ്കരിക്കുന്നത് അവിടുന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. ജുമഅ 2 നമസ്കരിക്കുന്നത് അവിടുന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. പുരുഷൻ്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിലാകുന്നത് അവിടുന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. പെണ്ണിൻ്റെ വസ്ത്രം കാൽ മുഴുവനും മറയുന്നത് അവിടുന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും റസൂലുള്ള പഠിപ്പിച്ചത് കൊണ്ടാണ്. ജീവിതം മുഴുവനും അവിടുത്തെ ചര്യ നമ്മൾ പിൻപറ്റുകയാണ്. എവിടെ നിന്ന് വന്നു ജന്മദിനമാഘോഷം? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി, 63-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്, വഫാത്താവുകയാണ്.
22 റബീഉൽ അവൽ നിർബന്ധമായും അതിനിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു റബീഉൽ അവൽ പോലും അവിടുന്ന് ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുലഫാഉർ റാഷിദീങ്ങളും അതുപോലെ തന്നെ സ്വഹാബികൾ പ്രമുഖന്മാരും അല്ല, മുഴുവൻ സ്വഹാബിമാരും, അത് കഴിഞ്ഞ് താബിഈങ്ങളും അത് കഴിഞ്ഞ് തബഉ താബിഈങ്ങളും മുൻഗാമികളായ പണ്ഡിതന്മാരും, ഇമാം ഷാഫിയോ, ഇമാം ഹനഫിയോ, ഇമാം മാലിക്കോ, ഇമാം അഹ്മദ് ബിൻ ഹംബലോ, ഇമാം ഏതൊക്കെ പ്രമുഖന്മാരായ ഇമാമുകളുണ്ടോ, അതുപോലെ തന്നെ ഉലമാക്കളുണ്ടോ, ഇവരാരും പ്രിയപ്പെട്ടവരെ ഈ ജന്മദിനമാഘോഷം മുൻകഴിഞ്ഞ കാലങ്ങളിൽ ആഘോഷിച്ചിട്ടില്ല. എവിടെ നിന്നാണിത് വന്നത്? 200-ൽ ചില്ലാനും മിസ്ർ ഭരിച്ച ഫാത്തിമികളുണ്ടായിരുന്നു, അഥവാ ജൂതന്മാരാണ് അവരുടെ അസ്ൽ. ജൂതന്മാരുടെ തലമുറയിൽ നിന്ന് പിൽക്കാലത്ത് വന്നവരാണ് ഫാത്തിമികൾ. ആ ഫാത്തിമിയാക്കൾ മിസ്റിൽ 200-ൽ ചില്ലാനും വർഷങ്ങൾ ഭരിച്ചു. അവരാണ് ലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാഘോഷം ഇത് ആഘോഷിക്കുന്ന സമ്പ്രദായം ലോകത്താദ്യമായി തുടങ്ങി വെച്ചത്. അതിനു മുമ്പ് ലോകത്തിങ്ങനെ ഒരു ജന്മദിനമാഘോഷം പരിചയമില്ലായിരുന്നു മുസ്ലിം സമൂഹത്തിൽ. അവർ ചെയ്ത ഒന്നുകൂടിയുണ്ട്, അവരാ മിസ്റിൽ ചെയ്തു എന്ന് മാത്രമല്ല, ലോകത്തിത് വ്യാപിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അവർ തന്നെയാണ് ഒരു വ്യക്തിക്ക് 2 ഖബർ കുഴിച്ചതും ഒരു വ്യക്തിക്ക് ലോകത്ത് 2 ഖബർ കുഴിക്കുന്നതും തുടങ്ങി വെച്ചത് ഈ വിഭാഗം തന്നെയാണ്. ഒരാൾ മരിക്കും, നമ്മുടെ നാട്ടിലൊക്കെ കാണാറില്ലേ, ഒരു ഔലിയക്ക് ഒരു ഭാഗത്ത് ഖബറുണ്ടാകും, വേറെ ഭാഗത്തും ഖബറുണ്ടാകും. സംഘടന പൊട്ടിപ്പിളരുമ്പോൾ 2 കൂട്ടർക്കും തർക്കത്തിന് പരിഹാരമായി 2 ഭാഗത്തും ഖബറുണ്ടാകും. ആരെങ്കിലും സ്വപ്നം കാണും, ഇന്നേ ദിവസം ഇവിടെയുണ്ടാകും, ഇന്നേ ദിവസം ഇവിടെയും ഉണ്ടാകും, അതുകൊണ്ട് എൻ്റെ പേരിൽ വഴക്ക് വേണ്ട. ലോകത്ത് തുടങ്ങി വെച്ചത് ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അയാൾക്ക് 2 ഖബർ കുഴിക്കപ്പെട്ടതും കുഴിച്ചു തുടങ്ങി വെച്ചതും ഈ വിഭാഗം തന്നെയാണ്. ആരാണ് അസ്ൽ? ജൂതന്മാർ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ജൂതരെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എന്താ പ്രിയപ്പെട്ടവരെ, ഈ ഹുബ്ബുൻ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നവർക്ക്, റോഡിലൂടെ പ്രകടനം നടത്തുന്നവർക്ക്, ഘോഷയാത്ര നടത്തുന്നവർക്ക്, അതിൻ്റെ പേരിൽ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കുന്നവർക്ക് എന്താണ് തെളിവ്? ഞങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ് എന്ന്. ആര് പറഞ്ഞു? ഇത് ജന്മദിനം ആഘോഷിക്കലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമെന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത്? അല്ലാഹ് പഠിപ്പിച്ചോ? റബീഉൽ അവ്വൽ മാസത്തിൽ ജന്മദിനം ആഘോഷിക്കുമ്പോഴാണ് നീ അവിടുത്തെ സ്നേഹിക്കുന്ന മുസ്ലിമാകുന്നത് എന്ന് അല്ലാഹ് പറഞ്ഞോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? സഹാബികൾ കേട്ടോ? മൗലിദ് ആഘോഷിക്കുമ്പോഴാണ് നീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ഹബീബിനെ സ്നേഹിച്ചത് സഹാബികളാണ്. ജീവൻ കൊടുത്തു സ്നേഹിച്ചു, കൊല്ലപ്പെടേണ്ടി വന്നു, കുരിശിൽ തറിക്കപ്പെടേണ്ടി വന്നു, ശരീരത്തിൽ 70-ൽ ചില്ലാനും അമ്പുകൾ ഏൽക്കേണ്ടി വന്നു, പിടയേണ്ടി വന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശപ്പെട്ട ഒരു വാചകം പറഞ്ഞാൽ ജീവൻ നിലനിർത്താമായിരുന്നു, കുടുംബത്തിൽ തിരിച്ചു പോകാമായിരുന്നു. ഇഞ്ചിഞ്ചിഞ്ചായി കൊന്നോ മുഹമ്മദ് മുസ്തഫയെക്കുറിച്ച് മറുത്തൊരു വാക്ക് പറയാൻ എൻ്റെ നാവ് പറ്റില്ല എന്ന് പറഞ്ഞ് മരണത്തെ സ്വീകരിച്ച സഹാബികൾ. പക്ഷേ ഒരു സഹാബിയും റബീഉൽ അവ്വൽ 12-ന് അതല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു സ്പെഷ്യൽ സ്നേഹം പ്രകടനം പറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഖുർആനിൽ അവരതിന് തെളിവ് കണ്ടില്ല, അതുപോലെ തന്നെ ഹദീസുകളിൽ തെളിവ് കണ്ടില്ല. സഹാബികൾ ചെയ്തില്ല, താബിഈങ്ങൾ ചെയ്തില്ല, തബഉ താബിഈങ്ങൾ ചെയ്തില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇപ്പറഞ്ഞ മദ്ഹബുകളുടെ ഇമാമുകൾ പോലും ഇത് ചെയ്തിട്ടില്ല, ലോകത്തെ പഠിപ്പിച്ചില്ല. പക്ഷെ അവർ പറഞ്ഞു ഇത് ബിദ്അത്താണ്, ഇത് അക്കാലിയങ്ങൾ ശാപ്പാട്ട് രാമന്മാർ കൊണ്ടുവന്ന ഏർപ്പാടാണ്, തീറ്റക്കൊതിയന്മാർ കൊണ്ടുവന്നതാണ്. മുസ്ലിമീങ്ങൾക്ക് ഇതിനെ പറഞ്ഞ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇതിന് തെളിവില്ല. ഒരാൾക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹിക്കണം. നാം നമ്മെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തെ സർവ്വരെക്കാളും നമ്മൾക്ക് സ്നേഹം വേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അതിൽ തർക്കമില്ല. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ പോലും സ്വലാത്ത് ചെല്ലാത്തവന് പിശുക്കനാണ് എന്ന് അറിയുന്നവരാണ് നമ്മൾ. എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? ഇത്തിബാഅ് ചെയ്യണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഫത്തബിഊനി, എന്നെ ഇത്തിബാഅ് ചെയ്യണം. നിന്റെ വിശ്വാസത്തിൽ എന്നെ ഇത്തിബാഅ് ചെയ്യണം, എന്നെ പിൻപറ്റണം.
നിന്റെ നമസ്കാരങ്ങളിൽ, കർമ്മങ്ങളിൽ, സംസാരങ്ങളിൽ, സ്വഭാവങ്ങളിൽ, ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, കുടുംബത്തിലുള്ള പെരുമാറ്റങ്ങളിൽ എവിടെയും നീ എന്നെയായി ഇത്തിബാഅ് ചെയ്യേണ്ടത്. ഞാൻ നിനക്ക് വിരോധിച്ചൊരു കാര്യം ചുവപ്പ് ലൈനാണത്. ഒരു കാര്യം നീ ചെയ്യുമ്പോൾ നീ ചിന്തിക്കണം, എൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വിരോധിച്ചതാണോ, ആ ഭാഗത്തേക്ക് ഞാനില്ല. അതാണ് സ്നേഹം. ഒരു വർഷമായി കയ്യിൽ സ്വത്തുണ്ട്, പണമുണ്ട്, സക്കാത്തിൻ്റെ പരിധി എത്തി, പണത്തോട് മോഹമുണ്ട്, പക്ഷേ നിന്റെ നേതാവിനോട് സ്നേഹമുണ്ടോ, സക്കാത്ത് കൊടുത്തിരിക്കണം. പാവപ്പെട്ടവന് വീട്ടിലേക്ക് നിന്നെ അന്വേഷിച്ച് വരേണ്ടതില്ല. മിസ്കീനിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് പോയി പ്രോത്സാഹനം നൽകണം. അതാണ് സ്നേഹം, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. ഒരു യത്തീമിന് ഇങ്ങോട്ട് വന്ന് യാചിക്കേണ്ടതില്ല. ആ യത്തീമിനെ കണ്ടറിഞ്ഞ് സ്വന്തം മകനെപ്പോലെ നിനക്ക് പോറ്റാൻ സാധിക്കണം. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാൻ സാധിക്കണം, നമസ്കരിക്കാൻ സാധിക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾ സാധിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹം. ഇതൊന്നും ചെയ്യാതെ, ഇനി അതല്ല ഇതൊക്കെ ചെയ്തിട്ടും റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഒരു സ്പെഷ്യൽ സ്വലാത്തും സ്പെഷ്യൽ ദിക്റും സ്പെഷ്യൽ മൗലിദുകളും പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഒരു സമ്പ്രദായം മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു. ഈ ഫാത്തിമിയാക്കൾ ഇത് തുടങ്ങുന്നത് വരെ ലോകത്തിതില്ലായിരുന്നു. അല്ലേ? എവിടെ നാം വന്നത് എന്ന് അപ്പോഴാണ് നമ്മൾക്കിതിൻ്റെ അസ്ല് മനസ്സിലാക്കാൻ കഴിയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ ഭക്ഷണം ലോകത്ത് മുസ്ലിങ്ങളാരും ചെയ്തിട്ടില്ല. ഒരു മിഠായി അതിൻ്റെ പേരിൽ കൊടുത്തിട്ടില്ല. ഒരു ആഘോഷങ്ങളില്ല. അല്ലേ? എന്തൊക്കെ ആഘോഷിക്കണം? ഇങ്ങനെയാണെങ്കിൽ മദീനത്തേക്ക് ഹിജ്റ പോയി, മുസ്ലിങ്ങൾ ആഘോഷിച്ചോ? ബദറിൽ ജയിച്ചു, ആഘോഷിച്ചോ? എത്ര യുദ്ധങ്ങളിൽ ജയിച്ചു? ഇസ്ലാമിക ദഅവത്ത് എത്ര വിജയിച്ചു? മക്കം ഫതഹ് ഉണ്ടായി, ആഘോഷിച്ചോ? ഇല്ല. എന്തേ? ലോകത്തിതിന് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു നിലക്കുള്ള സമ്പ്രദായം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി മുസ്ലിം ലോകം മുഴുവനും പഠിച്ചാലും നമ്മൾക്ക് കാണാൻ കഴിയില്ല റബീഉൽ അവ്വൽ 12-നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നതിന് ഉറപ്പുള്ള ഒരു തെളിവുമില്ല, ഉറപ്പില്ല. ഇതിത്ര വലിയ ആഘോഷമാണെങ്കിൽ, ഇതിത്ര വലിയ കൊണ്ടാടപ്പെടേണ്ട ആചാരമാണെങ്കിൽ, പണ്ട് മുതലേ ഇത് സമ്പ്രദായം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ? റബീഉൽ അവ്വൽ 12-ന് ജനിച്ചു, അന്ന് സഹാബികളും റസൂലുള്ളാഹിയും ആഘോഷിച്ചുവെങ്കിൽ സഹോദരങ്ങളെ ആ വിഷയത്തിൽ തർക്കം ഉണ്ടാകില്ല. 1-നാണെന്ന് പറയപ്പെടുന്നു, 3-നാണെന്ന് പറയപ്പെടുന്നു, 7-നാണെന്ന് പറയപ്പെടുന്നു, 9-നാണെന്ന് പറയപ്പെടുന്നു, 12-നാണെന്നും പറയപ്പെടുന്നു, മുഹറമിലാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത്തിഫാക്കാണ് മുസ്ലിം ലോകം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-ന് ളുഹാ നേരത്താണ് മരിച്ചത് എന്നത് ആർക്കും തർക്കമില്ല. അല്ലേ? ലോകത്ത് നിങ്ങൾക്ക് എന്ത് ദുരന്തമുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തോ, അതിനേക്കാളും വലിയൊരു ദുരന്തം നിങ്ങൾക്ക് വരാനില്ല. കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയോ, സങ്കടപ്പെടേണ്ട, എൻ്റെ നേതാവ് മരിച്ചിട്ടുണ്ട്, അതിനോളം വലിയ സങ്കടമല്ല ഇത്. എൻ്റെ ബിസിനസ് തകർന്നു പോയി, എനിക്ക് സങ്കടമില്ല, എൻ്റെ നേതാവ് മരിച്ചതിനേക്കാളും വലിയ സങ്കടമല്ല ഇതൊന്നും. നിങ്ങൾക്ക് എന്ത് പ്രയാസം വരുമ്പോഴും എൻ്റെ മരണത്തെക്കുറിച്ചാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അതിലും ഒരു വിഷമം നിങ്ങൾക്ക് വേറെ ഇല്ലല്ലോ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ആ റബീഉൽ അവ്വൽ 12-ന് മദീനത്ത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞ് കേക്ക് മുറിക്കുന്നു. ഇവിടെ നിന്ന് ഉംറയ്ക്ക് പോയ ആളുകൾ ബസ്സിൽ മുഴുവനും ഈ ജന്മദിനം ആഘോഷത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ പ്രയാസപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ആളുകളുടെ കാശ് അടിച്ചു മാറ്റുന്നു ഇതിൻ്റെ പേരിൽ എന്ന് മാത്രമല്ല, കാശ് കൊണ്ടുപോയിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, അഖീദ പോലും റസൂലുള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അല്ലേ? ശിർക്കുണ്ടാകുന്നു, ബിദ്അത്തുണ്ടാകുന്നു, ഹറാമുണ്ടാകുന്നു. ആളുകളെ നരകത്തിലേക്ക് എത്തിക്കാൻ കേരളക്കരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആളുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ഒരാൾക്ക് വേണ്ടിയും പണയം വെക്കരുത്. എൻ്റെ റസൂൽ എന്നെ ഇത് പഠിപ്പിച്ചുവെങ്കിൽ ഞാനത് ചെയ്യും. ജന്മദിനം ആഘോഷം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണെങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്യണം. സഹാബികൾ ഇത് ചെയ്തിട്ടുണ്ടാകും. ചോദിക്കണം നമ്മൾ അവരോട്, ചെയ്തോ? ഉണ്ടെങ്കിൽ എവിടെ? ഇതൊന്ന് കാണട്ടെ. എവിടെ വെച്ചായിരുന്നു സഹാബികൾ ജന്മദിനം ആഘോഷം സംഘടിപ്പിച്ചത്? റബീഉൽ അവ്വൽ മാസത്തിൽ 12-ന് വേണ്ട, റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി ജനിച്ചു എന്നതിൻ്റെ പേര് പറഞ്ഞിട്ട് എവിടെയാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ഒരുമിച്ച് കൂട്ടിയത്? മദീനത്തെ പള്ളിയിലാണോ? ഖുബാ പള്ളിയിലാണോ? ബഖീൻ്റെ ഭാഗത്താണോ? വേറെ ഏതെങ്കിലും വീട്ടിലാണോ? ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലാണോ? എവിടെയാ ഒരുമിച്ച് കൂട്ടിയത്? കാണുക സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ഈ പള്ളിക്ക് തൊട്ടപ്പുറത്തെ ഹോളിൽ പോലും, തുഖബയിൽ പോലും രഹസ്യമായി
എല്ലാ നിലക്കും ഈ രാജ്യത്തെ ചതിച്ചും പറ്റിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അന്നം തിന്ന് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തെ പോലും ചതിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹ്ക്കിഷ്ടമില്ലാത്ത ആ നിലക്കുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ക്രിസ്ത്യാനികൾ രഹസ്യമായി അവർ ആ നിലയ്ക്ക് ഈ വെള്ളിയാഴ്ച ജുമഅക്ക് നേരത്ത് അവർ ആരാധനാകർമ്മങ്ങൾ ചില ഫ്ലാറ്റുകളിൽ നടത്തുന്നത് പോലെ ആ നിലയ്ക്ക് ബാച്ചിലേഴ്സിനും ഫാമിലികൾക്കും താമസിക്കാൻ എന്ന പേരിൽ കരാർ എഴുതിയെടുത്ത ഇത്തരം റൂമുകളിൽ ഇടന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ഈ കാര്യം രഹസ്യമായി ചെയ്യുന്നു. അറിയുന്നില്ല എന്നാരും ധരിക്കരുത്. അറിയുന്നു. നിയമപാലകർ അറിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും അറിയാം. പക്ഷേ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇത് ചെയ്യരുത് എന്ന് പറയുന്നവർക്ക് നേരെ കൊഞ്ഞനം കുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാര്യം നമ്മുടെ മനസ്സിലും ശ്രദ്ധയിലും ഉണ്ടാകണം എന്നതാണ് അത്തരം ആളുകളോടും സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആചാരമാണിത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ആചാരമാണിത്. അതുകൊണ്ട് അവിടുത്തെ സ്നേഹം നമ്മുടെ എല്ലാ നിലക്കും അവസാന ശ്വാസം നിൽക്കുന്നത് വരെ അവിടുത്തെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, രാത്രി ഉറങ്ങുന്നില്ല, നമസ്കാരത്തിലും ആരാധനയിലും മുഴുകുമ്പോൾ വസ്ത്രം ലളിതമായി ധാരാളക്കണക്കിന് വസ്ത്രമില്ലാതെ കിസ്റ കൈസറിനെ പോലും വെട്ടി വിറപ്പിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ലളിത ജീവിതം നയിക്കുമ്പോൾ സഹാബികൾ സ്വന്തം മോള് ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, ബാപ്പയോടൊന്ന് പറ, ഒന്ന് ഭക്ഷണം അമീറുൽ മുഅ്മിനീനല്ലേ, ഒന്ന് ഭക്ഷണം കഴിച്ച് സ്വന്തം ശരീരത്തെ ഒന്ന് സൂക്ഷിക്കാൻ. മോള് വന്ന് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പായ യാ അമീറുൽ മുഅ്മിനീൻ റിഫ്ഖൻ ബിനഫ്സിക്, ബാപ്പ ഒന്ന് സ്വന്തം ശരീരത്തോട് ഒരു മര്യാദ കാണിക്ക്, ഒരു ലോലത കാണിക്ക്. എന്താ ഇങ്ങനെ ആകെ ചുളിഞ്ഞു പോയിരിക്കുന്നു ബാപ്പ, ഭക്ഷണം കഴിക്കാതെ കവിലൊട്ടിയിരിക്കുന്നു ബാപ്പ എന്ന് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മോളോട് പറഞ്ഞു, മോളെ, നീ എനിക്ക് അറിയിച്ചതാ അഖ്ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ കഴിച്ച ഭക്ഷണത്തെപ്പറ്റി ഒന്ന് പഠിപ്പിച്ചതാ, നീ എനിക്ക് ഒന്ന് പറഞ്ഞതാ, അവിടുന്ന് ധരിച്ച വസ്ത്രത്തെക്കുറിച്ച്, അവിടുന്ന് താമസിച്ച വീടിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞതാ, അബൂബക്കറിനെ കുറിച്ചും അതുപോലെ തന്നെ എനിക്കൊന്ന് പറഞ്ഞതാ. അവരൊക്കെ എന്താ കഴിച്ചത്, അവരൊക്കെ എന്താ ധരിച്ചത്, ഒന്ന് പറഞ്ഞതാ. ഞാൻ അവർ കഴിച്ചതും അവർ ധരിച്ചതും അവർ ജീവിച്ചതുപോലെ ജീവിക്കാനാണ് എനിക്കിഷ്ടപ്പെടുന്നത്. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്നു, ഞാൻ അവരോടൊപ്പം ചേരാനാണ് എനിക്കും ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ മോളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. മറുപടി പറയാനില്ല അവർക്ക്. ഇതായിരുന്നു അവരൊക്കെ സ്നേഹിച്ചത്. ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയാണ് ജീവിച്ചത്. ഇഷ്ടം പോലെ വസ്ത്രമുള്ള മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹുദിൽ വെച്ച് ഷഹീദാകുമ്പോൾ ഒരു വസ്ത്രം മാത്രമേ ശരീരത്തിലുള്ളൂ. ആ വസ്ത്രം കൊണ്ട് തലമറക്കുമ്പോൾ കാല് പുറത്തും, കാല് മറക്കുമ്പോൾ തലപുറത്തും. എന്തിൻ്റെ പേരിലാണ്? മദീനത്തേക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതാ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ, അല്ലേ? അങ്ങനെ അവർ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭർത്താവും സ്വന്തം ആങ്ങളയും സ്വന്തം ബാപ്പയും സ്വന്തം മോനും മരിച്ചിട്ടും ഒരു ഉമ്മക്കറിയേണ്ടത് എൻ്റെ റസൂൽ ഉഹദിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് വേണ്ടി സ്വന്തം കണ്ണുകൊണ്ട് ആ റസൂലിനെ കൺകുളിർക്കെ കാണുകയാണ്, അല്ലേ? ഇങ്ങനെയാണ് അവർ സ്നേഹിച്ചത്. ഇങ്ങനെയാണ് നമ്മളും സ്നേഹിക്കേണ്ടത്. ഏതെങ്കിലും ദിവസത്തിൽ മാത്രമല്ല, ഏതെങ്കിലും മാസം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സമ്പ്രദായം ലോകത്ത് തുടങ്ങി വെച്ചത് ജൂതരുടെ പിൻഗാമികളായ, അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും വിധേയമായ ജൂതരെ അള്ളാഹ് നശിപ്പിക്കട്ടെ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ച ആ ജൂതൻ്റെ പിൻഗാമികളായ ഫാത്തിമിയാക്കൾ മിസ്രിൽ വെച്ച് തുടങ്ങി ലോകത്ത് വ്യാപിപ്പിച്ച ആചാരമാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളെന്ന് പറയുന്ന, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ ആളുകളെന്ന് പറയുന്ന, അഹ്ലുസുന്നയുടെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും ഇത് ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാട്ടിലുള്ള കുടുംബത്തെ പറഞ്ഞ് പഠിപ്പിക്കണം, മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് ഒരു മറ്റുള്ള ആളുകൾ ചിരിക്കുന്ന സമ്പ്രദായമാണ്. ഇത് ക്രിസ്ത്യാനികളാണ് ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്, അല്ലേ? ക്രിസ്ത്യാനികൾ ഇന്നത് ആഘോഷിക്കുന്നു, മുസ്ലിങ്ങളോ ഇന്നലെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജന്മദിനവും ആഘോഷിക്കുന്നു. ചില ആളുകൾ എന്താ വ്യത്യാസം? അള്ളാഹിൻ്റെ ഖുർആനിൽ എത്ര അത്ഭുതം പഠിപ്പിച്ചു ഈസാ നബിയെക്കുറിച്ച്, അല്ലെ? ജന്മം കൊണ്ട് പോലും ബാപ്പയില്ലാതെ ജനിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, മരിച്ചവർ അള്ളാഹിൻ്റെ സമ്മതം കൊണ്ട് ജീവിപ്പിച്ച ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഒരു കളിമണ്ണ് കൊണ്ട് പക്ഷി രൂപത്തെ ഉണ്ടാക്കി അതിലൊന്നൂതിയപ്പോൾ ആ പക്ഷിക്ക് ജീവൻ വെച്ചു, അള്ളാഹിൻ്റെ അനുമതപ്രകാരം അത്തരം അത്ഭുതങ്ങൾ കാണിച്ച ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. എത്ര അത്ഭുതങ്ങളുണ്ട്! ഒരൊറ്റ പെണ്ണിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, അത് ഈസാ നബിയുടെ ഉമ്മയുടെ പേരാണ്, മറിയം ബീവി. ഇത്രമാത്രം പ്രാധാന്യമുള്ള ഈസാ നബിയുടെ ജന്മദിനമാഘോഷം ഇന്ന് ആഘോഷിക്കുന്ന ഒരു വിഭാഗം. അതെന്തുകൊണ്ട് തെറ്റാണെന്ന് പറയുന്നു? അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിച്ച ആളുകൾ ഇന്ന് എന്തുകൊണ്ട് ഇത് ആഘോഷിക്കുന്നില്ല, അല്ലേ? ഇത് മുഴുവനും പ്രിയപ്പെട്ടവരെ ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന് വന്ന ആചാരമാണ്.
നാം ഹബീബിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് നമ്മുടെ വിശ്വാസം അവിടുന്ന് പഠിപ്പിച്ചതുപോലെയാകുമ്പോൾ, കർമ്മം പഠിപ്പിച്ചതുപോലെയാകുമ്പോൾ, സ്വഭാവം പഠിപ്പിച്ചതുപോലെയാകുമ്പോഴാണ് ആ നിലക്ക് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകൾ പൊറുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.